നഗ്നതയെ എന്തിനാണ് ഭയപ്പെടുന്നത്? അതും മോഹൻജദാരോയിൽ നിന്നുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള പ്രശസ്തി ആർജിച്ചിട്ടുള്ള വെങ്കല ശില്പം ഡാൻസിങ് ഗേൾ. അതാണ് 9ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉടുപ്പൊക്കെ അണിയിച്ച് നഗ്നതയൊക്കെ മറച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. വലിയ വിവാദമായി. ഇപ്പം അത് തിരുത്തുകയും ചെയ്തു. ഇതിലിപ്പം മൈക്കിൾ ഡാനിനോ, അദ്ദേഹമാണ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന കമ്മിറ്റി ഹെഡ് ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞൊരു ഒരു അഭിപ്രായമുണ്ട്. നഗ്നത അനുചിതമാണെന്ന ആശയം എൻ്റെ അഭിപ്രായത്തിൽ കാലഹരണപ്പെട്ട ഒരു വിക്ടോറിയൻ വീക്ഷണമാണ്. എന്നിട്ടും നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഡീകോളനൈസ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നു. ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിൽ ഈ ശില്പമുണ്ട്. ആ ശില്പത്തിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സില്ല. അപ്പോൾ ഇനി അവരവിടെ കൊണ്ടുപോയിട്ട് വല്ല മുണ്ടോ സ്കേർട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാരിയോ ഉടുപ്പിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇതൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മൈക്കിൾ ഡാനിനോയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐ ഹാഡ് ബീൻ ടോൾഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ പറയുന്ന പോലെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ആ പുള്ളിയോട് ഇത് ഇത്തരത്തിൽ കൊടുക്കരുത് എന്നുള്ളത് എന്ത് ചെയ്തു പറഞ്ഞിരുന്നു. ഗൗതം അറിയേണ്ട ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം നേരത്തെ 6th സ്റ്റാൻഡേർഡിൽ ഇതേപോലെ തന്നെ ചിത്രം, അതായത് നേരായ ചിത്രം കൊടുത്തിരുന്നു. ആ ചിത്രം കണ്ടിട്ട് നഗ്നത തോന്നുന്നു എന്ന് പറയുന്ന പോലെ തലക്കെന്തോ കംപ്ലൈൻ്റ് ആണ്. പറഞ്ഞു എനിക്ക് മാറ്റാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അങ്ങനെ ഇത് ഏജിന് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏജിന് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞത് ആരാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിനുശേഷം ഡാനിനോ യഥാർത്ഥത്തിൽ അദ്ദേഹം മറ്റേ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. 6ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നേരത്തെ സോഷ്യൽ സയൻസിൽ, ആ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകത്തിൽ ഇത് ഉണ്ടായിരുന്ന ടീച്ചേഴ്സിനോട് പോലും ചോദിച്ചു ഇത് വല്ല കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇത് മാറ്റണ്ടെന്ന് നിർബന്ധം പിടിച്ചിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് നിർബന്ധിച്ച് മാറ്റിപ്പിച്ചതാണെന്നൊന്നും ആലോചിക്കും. ഇത് മുകളിലിരിക്കുന്നവൻ്റെയൊക്കെ അദ്ദേഹം അതിൽ പറഞ്ഞത് ചെറിയ മാറ്റം വരുത്തി. ഇത് നേരത്തെ വലിയ രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്, അത് ചെറുതായിട്ടൊന്ന് ഇമേജ് ചെറുതാക്കി വെച്ചു എന്നാണ് പറഞ്ഞത്. ചെറുതാക്കി വെച്ചു. പക്ഷേ ഇപ്പം ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച സാധനമാണ് വെച്ചത്. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ ഓൺലൈൻ പോർട്ടലിൽ ഉടനെ മാറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു അസംബന്ധമായിട്ടുള്ള എന്തൊരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കാൻ തോന്നുന്നത്. മധുരിമ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്ന് എന്ത് ചെയ്തേക്കണം, ഫിറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതിൽ എന്ത് ചെയ്തേക്കണു, മറ്റേ ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തോ പ്രശ്നം തോന്നുമെന്ന്. യഥാർത്ഥത്തിൽ ഇത് മാറ്റാൻ പറഞ്ഞത് ആരാണോ അയാളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ നമ്മുടെ ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലിരിക്കുന്ന ഇത് കൊണ്ടുപോയി പുള്ളിയുടെ ആദ്യമേ ഒന്ന് കാണിക്കുകയും എന്നിട്ട് പുള്ളിക്ക് എന്തെങ്കിലും തരംഗങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഇത് 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കണ്ടൊന്നുമില്ല, 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കണ്ടൊന്നുമില്ല. എന്നിട്ട് മൈക്കിൾ ഡാനിനോ വീണ്ടും തർക്കിച്ചപ്പോൾ ഇവർ പറഞ്ഞേക്കുന്ന ഡയലോഗ് എന്താണെന്നുണ്ടെങ്കിൽ ഏജ് അതിന് അപ്രോപ്രിയേറ്റ് ഉള്ളത്. ഏത് 4500 കൊല്ലം മുമ്പുള്ള മുഖമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് തിരിച്ചറിയാത്ത ഒരു വെങ്കലത്തിന്റെ പ്രതിമയിൽ കണ്ടിട്ട് ഇതൊക്കെ ഇഷ്യൂ ആക്കുന്നതിനെ കുറിച്ച് സമ്മതിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൈക്കിൾ ഡാനിനോ മറ്റൊരു കാര്യം കൂടി പറയുന്നു. മധ്യകാലഘട്ടത്തിൽ മൈക്കിൾ ആഞ്ചലോയുടെ ഡേവിഡിന്റെ പ്രതിമയിൽ സഭ ഒരു അത്തിയില ചേർത്തത് ആ മനോഹരമായ കലാസൃഷ്ടിയെ തെറ്റായി ചിത്രീകരിച്ചതുപോലെ ഈ പരിഷ്കരണം യഥാർത്ഥ കലാസൃഷ്ടിയെ തെറ്റായി ചിത്രീകരിക്കുന്നു. അല്ല, അതിപ്പോൾ ഗൗതത്തോട് പറഞ്ഞു പോയപ്പോൾ ഇത്രയും ചരിത്രം പറയണമെങ്കിൽ ഒരുപാടുണ്ട്. കറക്റ്റാണ് പറഞ്ഞത്. അതായത് ഒരു അത്തിയിലെടുത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്തു. അപ്പോൾ അതൊക്കെ പോയാൽ ഇത് മതപരമായ കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ പോകുന്നില്ല. അത്ര ഇതുണ്ട്. കാനായി കുഞ്ഞിരാമൻ്റെ പ്രതിമയുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ അതിലൊക്കെ തന്നെ ഇത്തരത്തിൽ നഗ്നത കാണേണ്ടവർക്ക് കാണാം, കാണാത്തവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നഗ്നത എന്ന് പറയുന്നത് മനുഷ്യ ശരീരം കാണുന്നതൊക്കെ എന്ത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കല്ലേ. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീകൾ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നടന്നു പോകുമ്പോഴോ ഒക്കെ ഇത് അവരുടെ തുണി ഇത്തിരി മാറിക്കിടന്നാലോ കാല് കാണുമ്പോഴോ ഒക്കെ നോക്കാൻ തോന്നുന്നതിൻ്റെ കാര്യം എന്താണെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. വിദേശത്ത് എന്തുകൊണ്ട് നോക്കുന്നില്ല എന്ന് ചിന്തിക്കണം. കാരണം അവരുടെ അച്ഛനും അമ്മയും അതുപോലെ ആളുകളൊക്കെ തന്നെ ബിക്കിനി ഇട്ടും സ്വിമ്മിങ് ഡ്രസ്സിലൊക്കെ മറ്റേ നഗരങ്ങൾ അവിടെ കടൽ തീരത്ത് കിടക്കുകയും ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് കാണുന്ന ആളുകൾക്കറിയാം ഇത്രേ ഉള്ളൂ എന്നുള്ളത്. അല്ലാതെ ഇതിൽ വേറെ കൗതുകമോ ജിജ്ഞാസയോ ഒന്നും ആളുകൾക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പം
നമ്മൾ വിദേശ രാജ്യങ്ങളിൽ തന്നെ മദ്യം നിരോധിച്ചിട്ടില്ല, യാതൊരു കാരണവശാലും ക്യൂ നിൽക്കേണ്ട, ആർക്ക് വേണമെങ്കിലും കഴിക്കാം, അതുകൊണ്ട് ആളുകളൊക്കെ അടിച്ച് വിറ്റായി കിടക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഈ പറയുന്ന പോലെ സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂ കൂടിയാണ്. യഥാർത്ഥത്തിൽ എന്നെ ഞെട്ടിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള കുറേ വേഷക്കെട്ടുകളുണ്ട്, ഈ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ ഒരു ബീച്ചിൽ ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും നോക്കും, സ്വിമ്മിംഗ് ഡ്രസ് ഇട്ട് പോകാൻ പറ്റുമോ? ഇനി ഈ കേരളത്തിലെ ഇന്ത്യയിലെയും എല്ലാ ഹോട്ടലുകളിലും എന്താ എഴുതി വെച്ചേക്കണത്, സ്വിമ്മിംഗ് ഡ്രസ് ഇട്ട് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ടൈം കിട്ടുമെന്നാണ്. ഇപ്പൊ ഗൗതം അറിയേണ്ടത്, ഈ വാഗമൺ മുതൽ നിരവധി സ്ഥലങ്ങളിൽ ഒരു വില്ല, ആ വില്ലക്കകത്ത് സ്വിമ്മിംഗ് പൂളായിട്ടുണ്ട്. എന്താ കാര്യം? അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഹോട്ടലിൽ ചെന്നിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ നമുക്ക് ഓക്കെ, അതെല്ലാം കുഴപ്പമില്ലാതെ നിൽക്കുമ്പോഴാണ് ഗൗതം അറിയേണ്ടത്, ഇന്ത്യയുടെ പാഠ്യപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന NCERTയുടെ തലപ്പത്തിരിക്കുന്നവന്റെ മെന്റാലിറ്റി ഇതാന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എങ്ങനെ ഈ രാജ്യം മാറുമെന്ന് ഈ പറയണം. നമ്മളൊരു വിക്ടോറിയൻ സദാചാരം നമ്മൾ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതൊക്കെ വലിയ വിഷയമാണ്, ഇപ്പം അതിലേക്ക് പോകണമെന്നില്ല. പക്ഷെ ഞാൻ പറയണത് വിക്ടോറിയൻ സദാചാരം നമ്മളെ വിട്ടുമാറിയിട്ടില്ലെന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അതിന് കുറച്ച് ഒരു വാക്കും കൂടി ചേർത്താൽ കറക്റ്റ് ആവും. കാരണം വെച്ചാൽ കപട സദാചാരം നമ്മളെ വിട്ടുമാറിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ ഗൗതം, 6ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത് കണ്ടിട്ടോ 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഇത് കണ്ടിട്ടോ അവർക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത് കുഴപ്പം തോന്നിയ ആളുകളുടെ തല പരിശോധിക്കണ്ടേ? ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ മൈക്കിൾ ഡാനിനോ പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞ ആളാരാണ്? അയാൾ ഈ NCERT ബുക്കോ പാഠപുസ്തകങ്ങളോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ പുള്ളിനെ പറഞ്ഞ് വീട്ടിൽ വിടണം. കാരണം വെച്ചാൽ പുള്ളി ഈ പണിക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റെങ്കിലും ഏറ്റവും കുറച്ച് വർഷം മാറ്റണം. അങ്ങനെയുള്ള ഒരാൾക്കല്ലേ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അശ്ലീലം കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മൾ പറയുന്നത് ഇപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോശപ്പെട്ട കാര്യമാണെന്നത് കണ്ടെത്താൻ പറ്റണം. അങ്ങനെ കണ്ടെത്തുന്നത് വികലമായ മനസ്സുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് NCERTയുടെ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലാണെന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ തൽക്കാലത്തേക്ക് ഇപ്പൊ അത് പിൻവലിച്ചു എന്ന് പറയുന്നത് അത്രത്തോളം എന്ത് കാര്യം, പിൻവലിച്ചാലും ഇല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. എന്താണ് ഇവിടെ 2024 നവംബറിൽ ഇറാനിലെ ടെഹ്റാൻ ഇസ്ലാമിക് അസാദ് യൂണിവേഴ്സിറ്റി, അവിടെ ഉള്ളൊരു പെൺകുട്ടി വളരെ ഉജ്ജ്വലമായിട്ടുള്ളൊരു പ്രതിഷേധം കാഴ്ചവെക്കുകയുണ്ടായി. അവരുടെ ഈ ഹെഡ് സ്കാർഫ് ഉണ്ടല്ലോ, എന്താണ് ബുർക്ക, ഹിജബ്, ഇത് കൃത്യമായിട്ടല്ല ധരിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സെക്യൂരിറ്റി ഏജൻസി വല്ലാത്ത രീതിയിൽ ഇവരോട് പെരുമാറി. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം മൊത്തം ഈ ഡ്രസ്സുകൾ മുഴുവൻ ഊരിക്കളഞ്ഞ് ബിക്കിനിയിൽ ആ ക്യാമ്പസിൽ പ്രതിഷേധിച്ചു. അവരുടെ പേര് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഔഹു ഡാറിയെ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ല അതൊക്കെ ഓക്കെ, അതൊരു സ്ട്രിക്റ്റർ ആയിട്ടുള്ളൊരു ഡ്രസ് കോഡിന്റെ അടിസ്ഥാനത്തിൽ അത് പാലിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ പേരിലാണ്. അല്ല അതൊക്കെ ഇപ്പൊ ഗൗതം പറയുന്നത് ഈ അവിടെ മാത്രമല്ല, ഇപ്പൊ ഇറാനിൽ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പല പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇറാനിൽ നിന്ന് US കുടിയേറി പാർത്തിട്ടുള്ള, ഇപ്പോൾ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു 10-20 ജേർണലിസ്റ്റുകളെങ്കിലും ഉണ്ട്. അതിൽ ഒരു 500ഓളം റീലുകൾ ഏറ്റവും കുറഞ്ഞത് ഗൗതം അറിയേണ്ടത് അവർ ഇതുപോലെ ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞുകൊണ്ട് ഡാൻസ് കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മുഴുവൻ നേക്കഡായിട്ടല്ല ഞാൻ പറഞ്ഞാൽ, ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞുകൊണ്ട് അവർ മാത്രമായ ഡാൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ സെലിബ്രേറ്റിംഗ് ദ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഈ രാജ്യത്ത് ലോകത്ത് പിന്നെ ഇതൊക്കെ ഞാൻ പോട്ടെ ഗൗതം, ഡാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ നാട്ടിലെ മാധ്യമ പ്രവർത്തകയുണ്ട് സ്മൃതി പരുത്തിക്കാട്, അവരുടെ ചില റീലൊക്കെ ഇവർ എവിടുന്നൊക്കെയോ പബ്ബെന്നോ ഇവിടുന്നൊക്കെയോ ഡാൻസ് കളിക്കുന്ന വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ അതിൻ്റെ താഴത്ത് വരുന്നത്. ഞാൻ പറഞ്ഞത് സ്ത്രീകൾ ഡാൻസ് കളിക്കരുത്, ഡാൻസ് കളിച്ചാൽ അത് മോശമാണ്, പബ്ബിൽ പോകരുത്. സത്യത്തിൽ ആളുകൾക്ക് സമയമില്ലാത്ത മറ്റു പല രീതിയിലൊക്കെ അവരെ കാണുന്നു. അല്ല, ഒന്ന് ഗൗതം പറഞ്ഞതിൽ തന്നെ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അവർ പബ്ബിലൊന്നും ഡാൻസ് കളിച്ചതല്ല. ഇനി ഡാൻസ് കളിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പബ്ബിൽ ഡാൻസ് കളിച്ചല്ല, അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഏറ്റവും ഒടുവിൽ ഒരു ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായിട്ടുള്ള ഒരു സെഷനിൽ അവർ ഡാൻസ് ചെയ്താണ്. ഡാൻസ് ചെയ്യുന്നതിന് എന്താ കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല, അപ്പോൾ ഡാൻസ് ചെയ്താണ്. ആ ഡാൻസ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലൊന്ന് ഇടറി, അതെന്ന് പറഞ്ഞാൽ അവിടെ ചെരിപ്പിട്ട് എന്ന സാരിയെ കൊടുത്ത് പുള്ളിക്കാരി ഡാൻസ് കളിക്കാൻ ഉദ്ദേശിച്ച് പോയതൊന്നുമല്ല. അവിടെ എല്ലാവരും കൂടി ഒരു സെലിബ്രേഷൻ ഉണ്ടായപ്പോൾ ഡാൻസ് ചെയ്താണ്. ആ ഡാൻസ് ചെയ്തതിനെയൊക്കെ കുറിച്ച് മോശമായിട്ട് കമൻറ്റ് ഇടുന്നതിനൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് കർണക്കുരുക്കിട്ട് അടിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ നാട്ടിൽ പിന്നെ ഇതിനൊന്നും ആർക്കും നേരമില്ലാത്തതുകൊണ്ട് ഇവനൊക്കെ ഫേക്ക് ഐ ഡിന്ന് കമൻറ്റ് ഇടുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഗൗതം, ഡാൻസ് കളിക്കുന്നത് എന്താണ് കുഴപ്പമുള്ളത്? കളിക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്തത്?
ഗൗതത്തിന് അറിയാതെ ഞാനൊരു 1000 പേരുടെ പ്രോഗ്രാം നടത്തി. ഈ പറയുന്ന ഇപ്പോൾ കോട്ടയത്ത് മാമനം മാപ്പിള ഹാളിൽ വെച്ചിട്ട്, വലിയ ഹാളിൽ വെച്ചിട്ട് 1200 പേരുടെ പ്രോഗ്രാം നടത്തി. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവായിരുന്നു. ആ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൻ്റെ അവസാനം നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് വെച്ചു. മുഴുവൻ സ്ത്രീകളായിരുന്നു കേട്ടോ, മുഴുവൻ സ്ത്രീകളായിരുന്നു. ഗൗതം അറിയേണ്ടത് അതിൻ്റെ ഏറ്റവും ഒടുവിൽ അവിടെയുള്ള എല്ലാവരും തന്നെ ഏതാണ്ട് വല്യമ്മമാരായിട്ടുള്ള ആളുകൾ വരെ, ഏതാണ്ട് 60-65 വയസ്സുള്ള ആളുകൾ വരെ എഴുന്നേറ്റ് നിന്ന് ഡാൻസായി കളിക്കുകയും അതിലൊരു 100-100 പേര് സ്റ്റേജിലേക്ക് വന്ന് വെറുതെ, അതായത് നമ്മൾ മ്യൂസിക് ഇട്ട് കൊടുത്ത് ഡാൻസ് കളിക്കുകയോ ചെയ്തിട്ടാണ് പോയത്. എന്താ വെച്ചാൽ ഇത് കളിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവർ വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല. നമ്മളെ പ്രശ്നം ഇപ്പം ഈ പറയുന്ന പോലെ അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. NCERT നമ്മുടെ രാജ്യം പിന്നെ അടുത്തത്, ഈ ലോകത്ത് ഇപ്പം ഈ നാട്ടിൽ കിട്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം ഈ യൂട്യൂബിലൂടെയും വെബ് സീരീസിലൂടെയും ബാക്കിയുള്ളതിലൂടെയൊക്കെ കാണാൻ പറ്റാത്ത എന്തെങ്കിലും കാഴ്ചകളുണ്ടോ? ആ കാഴ്ചകളെല്ലാം കാലത്താണെന്ന് ആലോചിക്കണം. ഇതുപോലെയുള്ള തുരപ്പന്മാർ NCERTയിൽ ഇരുന്നിട്ട് രണ്ടാമത് അതിൻ്റെ ഭീകരത ഒന്നുകൂടി ആലോചിക്കണം. അതായത് മൈക്കിൾ ഡാനിനോ ഈ പറയുന്ന നമ്മുടെ നാഷണൽ മ്യൂസിയത്തിൽ ഡൽഹിയിൽ ഇതുണ്ടല്ലോ, അത് കാണാൻ വേണ്ടി കുട്ടികൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അയാൾ ആർഗ്യൂ ചെയ്യുന്നു. 6th ടീച്ചേഴ്സിനോട് ചോദിക്കുന്നു, ഇത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഇത് ഈ പറയുന്ന പോലെ ചരിത്രത്തെ നിങ്ങൾ ഇതിലെ ആർട്ടുകളെ വികലമാക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഇപ്പം ഞാൻ പറയണത് ഒരു അഭിപ്രായം പറഞ്ഞു അറിയാതെ അങ്ങ് വെച്ചുപോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇൻസിസ്റ്റ് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറയണം. പിന്നെ നമ്മുടെ നാട്ടിലതിൻ്റെ കുഴപ്പമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ ചെയ്യുന്ന പോലെ സന്തോഷിക്കാനും ആഗ്രഹിക്കാനും ഒക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അത് ചെയ്ത ആളുകൾക്ക് കുഴപ്പമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഴയ ഖജൂറാവോ പല ക്ഷേത്രത്തിലൊക്കെ സ്ത്രീകളുടെ യോനി അടക്കം മാരടമടക്കം കാണിച്ചുകൊണ്ട് പല രീതിയിലുള്ള സെക്ഷൽ പോസസ് അടക്കമുള്ള ശില്പങ്ങളുണ്ട്. ഇതിനൊക്കെ ഇപ്പം ഡ്രസ്സ് പൊതിയേണ്ടി വരുമോ ഇനി? ഇനിയിപ്പോൾ ഇവർ കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നണ ഞാൻ പറയണത് ഗൗതം അറിയേണ്ടത് ഇപ്പോൾ അതിലൊക്കെ അത്തരത്തിലുള്ള ശില്പങ്ങളുണ്ട്. അതൊക്കെ തന്നെ നമ്മളിത് എങ്ങനെ കാണുന്നു, ഹൗ ഡു വി സീ ദാറ്റ് എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതായത് അതിൽ സൗന്ദര്യം കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല, പകരം നമുക്ക് അതിനകത്ത് സെക്സും ഈ പറയുന്ന കുഴപ്പവും കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടി പ്രശ്നം കൊണ്ടാണ്. ഇനി അങ്ങനെ കണ്ടാൽ പോലും അതിനകത്തൊരു സൗന്ദര്യം കണ്ടെത്താനോ ആളുകൾക്ക് കഴിയണം. ആർട്ടാണ്, അങ്ങനെ സൗന്ദര്യം കണ്ടെത്താനോ കഴിയണം. അതൊക്കെ ആളുകളുടെ തോന്നലുകളാണ്. ആ തോന്നലുകൾ ആളുകളുടെ മറ്റേ ഇമാജിനേഷൻ വിട്ടുകൊടുക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് എന്തൊരു അസംബന്ധമാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഏത് പുസ്തകത്തിലാണ് ആർട്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഹിസ്റ്ററി ഓഫ് ആർട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ പിക്ചർ വരുന്നത്. അതെ, മധുരി ചാപ്റ്റർ. അതെ, ആർട്ടിൽ പിന്നെ ഇങ്ങനെയൊക്കെ ആണല്ലോ. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രത്തോളം വെളിവില്ലാത്ത ബോധമില്ലാത്തവനൊക്കെ ആണല്ലോ ഈ ഇന്ത്യയിലെ 10-15 കോടി 20 കോടി ആളുകൾ പഠിക്കേണ്ട, എഡ്യൂക്കേഷൻ നൽകേണ്ട NCERT നാഷണൽ കൗൺസിൽ ഫോർ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൻ്റെ തലപ്പത്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അവൻ എന്ത് മൈൻഡായിരിക്കും അവരുടെ? എങ്ങനെയാണ് ഈ രാജ്യം മുന്നോട്ട് പോണത്? ഇതിലെങ്കിലും മറ്റേ നീറ്റ് പരീക്ഷയിൽ നടപടിയില്ല, ഇതിനെങ്കിലും നടപടി എടുക്കുമോ? ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ പക്ഷേ അയാൾക്ക് ഈ പണി പറ്റിയതല്ല, അയാൾ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റേണ്ടതാണ്. നമ്മൾക്കൊക്കെ അറിയാം സാറേ, ഇതൊക്കെ അതിൽ നിന്നൊക്കെ എത്രയോ നമ്മൾ മുമ്പോട്ട് വന്നു. ബയോളജി ക്ലാസ്സിൽ ടീച്ചർക്ക് കൃത്യമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല, കുട്ടികൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടല്ലോ. അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മളൊരു പുരോഗമനത്തിലേക്കൊന്നും വന്നിട്ടില്ല. നമ്മൾ വളരെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ഞരമ്പന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു കേന്ദ്രം കൂടിയാണിത്. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ ഡാൻസ് കളിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിലൊന്നും അല്ലല്ലോ, ഒരു വളരെ നല്ല രീതിയിൽ. അതാണ് പറഞ്ഞ ഇവിടെ സർക്കാർ LDF സർക്കാർ സൂംബ കൊണ്ടുവന്നപ്പോ അതിനെതിർത്തത് ആരാണ് രംഗത്ത് വന്നത്? അല്ല, അതേ വിസ്ഡമുള്ളവരല്ല, മന്ദബുദ്ധികളാണ് രംഗത്ത് വന്നത്. അതിന് കാര്യമൊന്നുമില്ല, അവനൊന്നും ഒരു ബുദ്ധിയില്ല. പക്ഷെ അവയൊക്കെ എടുത്ത് തോളത്ത് വെക്കാനും ഈ പറയുന്ന പോലെ ഇവിടെ കൊണ്ടുവന്ന് ആളാക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സൂംബ കളിക്കുന്നതിന് എന്താ പ്രശ്നം എന്നുള്ളതിന് മറ്റേ ഫിലോസഫിക്കലായിട്ടുള്ള ന്യായീകരണമൊക്കെ ചമക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയവരാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾ പറയുന്നത്, ഇത് ഒരു കാര്യം പറയുന്നത് സൂംബ നടത്തുന്നവൻ നമ്മൾ കുറ്റം പറയുന്നു. അത് പിന്നെ പുറത്ത് നിൽക്കുന്ന വിസ്ഡം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ആകെ 4-3-7 പേരും പിന്നെ 2 യൂട്യൂബ് ചാനലും വെച്ചുകൊണ്ടിരുന്ന് വായിട്ടടിച്ച് വർത്തമാനം പറയുന്ന ആൾക്കാരാണ്. അത് പോട്ടെ, ഇത് ഗൗതം അറിയേണ്ടത് ഇവര് NCERTയിൽ ഇരിക്കണല്ലേ, അതെത്രയോ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതൊക്കെ ഈ നാട്ടിലുണ്ട്. ഇത് ശരിയാണ്. അല്ല, ഇതിലിപ്പോൾ ഇവർ പറയുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇത് ഏജ് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്.
സ്ത്രീകൾ ശരീരം പൊതിച്ചെന്നെ നടക്കണം എന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നോക്കരുത് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി പലർക്കും. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അപ്പൊ ഒരു കാര്യം ചെയ്യണം. അല്ല, അതാണ് ഞാൻ പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇനി മുതൽ നാഷണൽ മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ട് ഇവർ ഈ പ്രതിമക്ക് എന്ത് ചെയ്യണം, സാരി ഉടുപ്പിക്കണം. ഞാൻ പറഞ്ഞ സാരി ഉടുപ്പിച്ച് പിന്നൊക്കെ കുത്തണം. ഏത് കാരണം വയറൊന്നും കാണരുത്. പിന്നൊക്കെ കുത്തി നമ്മളെല്ലാം 24 റെഡിയാക്കിയിട്ട് വിടാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? എൻ്റെ പൊന്നു സുഹൃത്ത്, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടല്ലോ. ഇതുകൊണ്ടാണ് ഈ നാട്ടിൽ പകുതി ബലാത്സംഗങ്ങളും പ്രശ്നങ്ങളും കിടക്കണം. യഥാർത്ഥത്തിൽ ഒരു സ്ലീവ്ലെസ് ഇട്ടൊരു പെൺകുട്ടിയോ ഒരു സ്ത്രീ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ചാലോ അവർ ഈ പറയുന്ന പോലെ ശരിയല്ല എന്ന് പറയുന്ന തോന്നൽ മാറ്റിയെടുക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചതിന് ശേഷവും അവളുടെ ഡ്രസ്സിനെ കുറിച്ച് അത് ഇടേണ്ടതിനെ കുറിച്ച് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൻ്റെ തലപ്പത്ത് NCERTയുടെ ആൾ പോലും ഉണ്ടെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും പുള്ളിയുടെ പേര് പുറത്തേക്ക് വന്നിട്ടില്ല. ഈ മൈക്കിൾ ഡാനിനൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാരാണ് താങ്കളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞെന്നുള്ളതാണ് പുറത്തേക്ക് കൊണ്ടുള്ളത്. സ്ത്രീകളുടെ യോനിയൊക്കെ ശില്പമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആർത്തവ കാലത്തെയൊക്കെ ആഘോഷിക്കുന്ന ഒരു ക്ഷേത്രം പോലും ഉണ്ട്, കാമാഖ്യ എന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും ഈ NCERTക്കാർ മനസ്സിലാക്കുന്നില്ല. ഈ നാടിൻ്റെ ഒരു സംസ്കാരത്തെ തന്നെയാണ് ഇവർ എന്താ ചെയ്യുന്നത്, ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ ഈ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ വേറൊരു വലിയ കാര്യം കൂടി നടക്കുന്നുണ്ട്. അതുകൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഗൗതം പറയുന്ന പോലെ ഇപ്പം നേരത്തെയാണ് സൂംബ ഈ കേരളത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് വിമർശിക്കപ്പെടില്ലായിരുന്നു. ഈ സംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിടിവലി കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഞങ്ങളുടെ സംസ്കാരം നിങ്ങളെല്ലാവരും പാലിച്ചോളണം എന്നുള്ള പറയുന്നത്. പക്ഷേ അത് നമുക്ക് പാലിക്കാൻ പറ്റില്ല. കുറച്ച് കൂട്ടർ വരും. അപ്പം അങ്ങനെ സംസ്കാരം ആരുടേതാണ്? ഈ പറഞ്ഞ പോലെ സാംസ്കാരികർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ത്രീകൾ ഡ്രസ്സ് ധരിക്കണം. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇറാൻ ഭരണകൂടം പറയണം. കാരണം നിങ്ങൾ സാംസ്കാരികരാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഹിജാബ് ധരിച്ചിരിക്കണം. അത് പറന്നൊന്നും പോകാൻ പാടില്ലെന്നാണ്. ഇനി വേറൊരു വലിയ ടോപ്പിക്കുണ്ട് ഇതിൻ്റെ പുറത്ത് ഗൗതം പറയേണ്ടത്. അതിപ്പോൾ ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. ഈ മതവും സംസ്കാരവും എല്ലാം ആരുടെ പുറത്താണ് കുതിരയേറണമെന്നറിയോ? അത് സ്ത്രീകളുടെ പുറത്താണ്. അത് ഏറ്റവും വലിയ സ്ത്രീകളാണ് ഇരകൾ. സ്ത്രീകളാണ് ഇത് സംസ്കാരം പാലിക്കേണ്ടത്. സ്ത്രീകളാണ്. അതായത് പണ്ട് മുതലേ പറയുന്നൊരു കാര്യമില്ലേ, നിന്റെ അരയൻ കടലിലേക്ക് പോകണേണ്ട, പക്ഷെ അവൻ കടലിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നെങ്കിൽ നീ ഇവിടെ പാതിവ്രത്യത്തോടുകൂടി ഇരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം രഹ്ന ഫാത്തിമയൊക്കെ എന്താണ്, അവർ ഒരു മതച്ചട്ടക്കൂടിൽ ജീവിക്കുന്നവരല്ല. അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് അത് അവരുടെ സ്വാതന്ത്ര്യം. ശരീരത്തിൽ ഏതോ ചെറിയ കുട്ടി വന്നിട്ട് ചിത്രം വരയ്ക്കുന്ന രീതിയിൽ ഇതിനെയൊക്കെ വീഡിയോ എടുത്തു, അത് വളരെ നിശിതമായ രീതിയിലാണ് വിമർശനത്തിന് വിധേയമായത്. അപ്പൊ അത്തരത്തിലുള്ള വളരെ ബോൾഡായിട്ട് ചിന്തിക്കുന്ന രഹ്ന ഫാത്തിമയെ പോലുള്ള ആളുകളുണ്ട്, മതത്തിന്റെ വേലിക്കെട്ടൊക്കെ മറികടന്നിട്ടുള്ളവർ. അല്ല, ഇനിയുള്ള കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കട്ടെ. അതൊന്നും ഇവർ വിചാരിച്ചാലൊന്നും തടയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായതിനേക്കാൾ എത്രയോ ഗൗതത്തിനൊക്കെ അറിയുമെന്നറിയില്ല. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് നമ്മളൊക്കെ ഒരു 10th 12th ഒക്കെ ആകുന്ന സമയത്ത്, ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, ആ പുള്ളിക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ ഒരേ ബസ്സിലാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് ഒരേ ട്യൂഷൻ സെൻറ്ററിലാണ് പഠിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്ത് വീട്ടിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നത്, ഒരുമിച്ച് വർത്തമാനം പറയുന്നത് പോലും വലിയ പ്രശ്നമായിരുന്നു. എന്നിട്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാദർ കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് കുഴപ്പമില്ല, ഫാദറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ പോണേന്ന് പറഞ്ഞു എൻ്റെ ഫാദറിന്. അപ്പോൾ എൻ്റെ ഫാദർ തിരിച്ചു പറഞ്ഞാൽ അവരൊരുമിച്ചാണ് പോകണം, അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അല്ല, അത് ശരിയാകുമോ എന്ന് ചോദിച്ചു. നമ്മുടെ പയ്യനോ? അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു നമ്മുടെ അല്ല, എൻ്റെ പയ്യൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പുള്ളിനെ പറഞ്ഞു വിട്ടു. ഞാൻ പറയണത് അത് അങ്ങനെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ തമ്മിൽ സംസാരിക്കാൻ പാടില്ല, 3 ദിവസം കണ്ട് ഒരുമിച്ച് സംസാരിച്ചാൽ പ്രണയമാണോ, ഇവർ തമ്മിൽ അഫെയർ ആണോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് വന്നു. ഇനി ഇതൊന്നും തകർന്നടിയാൻ അധികം സമയം വേണ്ട. അപ്പോഴാണ് ഇതുപോലെയുള്ള ചില മരപ്പാഴുകളൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നത്, NCERTയിൽ ഇരുന്നിട്ട് ഇതൊക്കെ വെക്കല്ലേ എന്ന് പറയണം. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ പറയണത്, പുള്ളിക്ക് നമുക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കണം. പുള്ളിനെ കൊണ്ട് ചികിത്സിക്കണം. ഏതെങ്കിലും സൈക്കാട്രിയെ കണ്ടിട്ട് പുള്ളിക്കാരുടെ ആദ്യം തന്നെ, കാരണം ഇത് ചിത്രം കാണിച്ചിട്ട് ഇത് കണ്ടിട്ട് ഇതിൽ ശരിക്കും പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട് സാറേ. ഇപ്പൊ NCERTയിൽ ഇരിക്കുന്ന ഇത് തീരുമാനിക്കുന്ന കുറേയധികം ആളുകളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ഹെഡ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അയാളുടെ ഒരു സദാചാരം കയറി വരുന്നുണ്ടാവും. അല്ല, അതെ, അതാണ് പറയണത്. ആദ്യം തന്നെ പുള്ളിനെ ചികിത്സിക്കണം. സമൂഹത്തെ നമുക്ക് പിന്നെ ചികിത്സിക്കാം, കാരണം അതിന് ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ഇത് ആദ്യം തന്നെ പുള്ളി, കാരണം എന്താ വെച്ചാൽ പുള്ളി ഒരു കാര്യം കൗത്തോട് ഞാൻ ആദ്യം പറഞ്ഞു, ഇത് 3-4 തവണ ഈ മൈക്കിൾ ഡാനിനോ ഭയങ്കരമായി വെഹമൻലി ആർഗ്യൂ ചെയ്തിട്ടും ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞിട്ടും അയാളെ കൊണ്ട് മാറ്റിപ്പിച്ചു. അത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ അയാൾ ടീച്ചേഴ്സ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, നമ്മുടെ നാഷണൽ മ്യൂസിയത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഹെഡ് ചെയ്യുന്നത് ക്ലാസ് 6 ആണ്. ക്ലാസ് 6ന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ഇതാണ്.
അപ്പൊ അതിലാണ് ഇദ്ദേഹത്തിനോട് ആദ്യം മാറ്റണം എന്ന് പറഞ്ഞത്. പക്ഷെ ഇദ്ദേഹം മാറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റാതെ തന്നെ അത് പോയി. ക്ലാസ് 6 പ്രശ്നമില്ലാതെ മാറ്റമില്ലാതെ പോകുമെങ്കിൽ എന്തുകൊണ്ട് ക്ലാസ് 9 അതായിക്കൂടാന്നുള്ളതാണ്. അല്ല ഞാൻ അല്ല ക്ലാസ് 9 വന്നപ്പോഴത്തേക്കും മറ്റേയാളുടെ സദാചാരബോധം കുറച്ചുകൂടി ഉണർന്നു. കാരണം അതറിയാമോ, അപ്പൊ ഇവിടെ പറഞ്ഞാൽ കുറച്ച് മോശമാവും. ക്ലാസ് 6 വരുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ക്ലാസ് 9 എത്തുമ്പോഴത്തേക്കും പിള്ളേർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നമാകുമെന്ന് പുള്ളി വിചാരിക്കണം. അപ്പൊ പുള്ളിയുടെ മെന്റാലിറ്റി എന്തായിരിക്കും അതേ വിചാരിക്കണം. സത്യത്തിൽ പുള്ളി മനസ്സിലാക്കണം, ഈ NCERT പഠിക്കുന്ന 9th പഠിക്കുന്ന പിള്ളേരൊക്കെ അയാളെക്കാളും 10,000 ഇരട്ടി കൃത്യമായി ആർട്ടിനെയും ഇത് പറഞ്ഞ പോലെ സെക്സിനെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളാണെന്ന്. അല്ലാതെ എന്താ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെന്ന് പറഞ്ഞാൽ 14 വയസ്സുണ്ടാവും. ആ 14 വയസ്സുള്ളവന് ഇത് കാണിക്കില്ല എന്നാണ് പുള്ളി പറയണം. ഇതിന് നമുക്ക് വേറൊന്നും പറയാനില്ല. ഭയങ്കര അപ്സൈഡായ അങ്ങേറ്റം വികലമായിട്ടുള്ള മനസ്ഥിതിയുള്ള ആൾക്കാരാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയ പൊളിറ്റിക്സോ വലിയ രാഷ്ട്രീയമോ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് തിരുത്താൻ തീരുമാനിച്ചുകൊണ്ട്. ഓക്കെ, അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയേനെ. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ഇല്ല NCERT ഇത് മാറ്റില്ല എന്നാണ് നടപടി എടുത്തെങ്കിൽ, ഇപ്പം നമ്മൾ പുള്ളീനെ കുറ്റപ്പെടുത്താൻ പറ്റൂ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച ആളുടെ കുറ്റപ്പെടുത്താൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ തീരുമാനം മാറ്റിയല്ലോ. വലിയ പ്രഷറോ സമരങ്ങളോ ഒന്നും ഇല്ലാതെ അത് മാറ്റി ഓൺലൈൻ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന് തന്നെ മാറ്റും എന്നാണ് പറഞ്ഞേക്കണം. ബാക്കിയുള്ള ബുക്കുകളിൽ ഇപ്പോൾ മാറ്റൽ പ്രാക്ടിക്കൽ അല്ല. പക്ഷെ പ്രശ്നം അങ്ങനെയെങ്കിലും മാറ്റാൻ തീരുമാനിച്ചല്ലോ. അപ്പൊ ഇന്ത്യ ശരിക്കും സത്യം പറഞ്ഞിപ്പം മൈക്കിൾ ഡാനിയോ പറയുന്നത് അതിലും കൂടി അങ്ങ് സ്പർശിക്കണം തോന്നുന്നു. അതായത് കാലഹരണപ്പെട്ട ഒരു വിക്ടോറിയൻ വീക്ഷണമാണ്. അത് മാത്രമല്ല, എന്നിട്ടും നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ ഡീകോളനൈസ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുന്നു. നമ്മൾ അല്ല, അതൊക്കെ പുള്ളി പറഞ്ഞേക്കുന്ന വലിയ വാചകങ്ങളാണ്. ഇതൊക്കെ ഇത്രയും കാഴ്ചപ്പാടുകൾ നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യ നേരത്തെ ഉണ്ടായിരുന്ന കോളനിവൽക്കരണമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നുകൊണ്ടാൽ നമ്മളെ കൊണ്ട് അതൊരു കഴിയില്ല. കാരണം നമ്മുടെ മെൻ്റലി ഉള്ള തോട്ട് പ്രോസസ്സ് തന്നെ അതാണ്. ആ തോട്ട് പ്രോസസ്സിൽ നിന്നുകൊണ്ട് ഈ ഇന്ത്യ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഗൗതം അറിയേണ്ടത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ തവണ പഠിക്കാൻ വേണ്ടി പോയിരുന്നു ഫിൻലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ. അവിടെ കേരളത്തിൽ നിന്നുള്ള ടീച്ചേഴ്സ് അടക്കം പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് കരിക്കുലം പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നവർക്ക് പല വിദേശ രാജ്യങ്ങളിലും ഗൗതം അറിയേണ്ടത് കോളേജിൽ പഠിക്കുന്ന ആളുകളേക്കാൾ വലിയ ശമ്പളം കൊടുക്കുകയാണ്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവരെ മോൾഡ് ചെയ്യേണ്ട, അവരെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ആളുകൾ ആയി ഇവർ മാറണം എന്നുള്ള ചിന്ത കൊണ്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ പോലും ആ കൂട്ടത്തിൽ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. മൊത്തത്തിലുള്ളൊരു ഡിസ്കഷനിലേക്ക് നമ്മൾ പോകേണ്ട, കാരണം അതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഗൗതം പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടാണ് പുള്ളി പറഞ്ഞ ഏറ്റവും വലിയ കോമഡി ഉള്ളത്. നമ്മൾ എഡ്യൂക്കേഷൻ ഡീകോളനൈസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്ത് സംസാരിക്കും.